തിരിച്ചയക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിതെൻ്റെ 4ാമത്തെ സിസേറിയൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ കരുണയോടെ അലിവോടെ എനിക്ക് തോന്നി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും ഈശോയോട് തോന്നുന്ന അലിവ് എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ മുഖത്ത് നിന്ന് എനിക്കത് എന്തോ എനിക്കിവിടെ പറയണമെന്ന് ഇപ്പോൾ തോന്നി. എനിക്കത് പെട്ടെന്നുണ്ടായി. അച്ഛൻ എന്നെ വളരെ അലിവോടെ നോക്കി. അച്ഛൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി നിന്ന് സംസാരിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ തിരികെ വന്ന് എൻ്റെ ഉദരത്തിൽ കൈവച്ച് എനിക്ക് കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ സാഹിത്യൻ്റെ കയ്യിൽ തന്നിട്ട് മോളത് പോയി അടിവയറ്റിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി, പരിശുദ്ധ അമ്മയെ നിന്നെയും കുഞ്ഞിനെയും ഏൽപ്പിച്ച് നീ മടങ്ങിപ്പോക്കോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. എന്തെന്നില്ലാത്തൊരു വിശ്വാസവും ശക്തിയും എന്നെ വന്ന് നിറഞ്ഞത് ഞാൻ അറിഞ്ഞു. പിന്നെ എന്നിൽ യാതൊരു ഭയവും ഇല്ലായിരുന്നു. ഉചിതമായ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ലഭിച്ച കൃപയെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ. ഞാൻ കോട്ടയം ജില്ലയിൽ മണർകാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ ഇടവകാംഗമാണ്. 2022 ഏപ്രിൽ 11 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം, എൻ്റെ 4ാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് 4 സിസേറിയൻ ആയിരുന്നു. അതിൽ 3ാമത്തെ സിസേറിയൻ ഒരല്പം കോംപ്ലിക്കേഷൻ ഉള്ളതായിരുന്നു. 8ാം മാസത്തിൽ എനിക്ക് വളരെയധികം കൺട്രാക്ഷൻ ഉണ്ടാവുകയും എനിക്ക് എൻ്റെ സ്കാർ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത് വളരെ അത്ഭുതകരമായി ഞാൻ അന്ന് ആ ഹോസ്പിറ്റലിൽ എത്തപ്പെട്ടതായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു പനി പോലെ കണ്ട് യാതൊരു ഇതുമില്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്നു. കുഞ്ഞിനെ കാണിക്കാൻ കയറിയപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഡോക്ടർ അവിടെ ഫ്രീ ആയിരുന്നത് കൊണ്ട് ഞാൻ ഡോക്ടറെ കയറി കണ്ടപ്പോൾ എനിക്ക് ഹെവിയറായിട്ടുള്ള കൺട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ എമർജൻസി സിസേറിയൻ പറഞ്ഞു. കുഞ്ഞിനെയുമായിട്ട് നിന്ന് എന്നെ 2 സിസ്റ്റേഴ്സ് വളരെ എമർജൻസി ആയി പിടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. ഞാൻ വളരെ കരഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ കയറിയത്. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും സർജറി യാതൊരു കുഴപ്പമില്ലാതെ നടന്നു. സർജറി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെയും തൻ്റെയും ഭാഗ്യമാണ്. തൻ്റെ സ്കാർ വിട്ടു പോന്നിരിക്കുമായിരുന്നു. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി തൻ്റെ ജീവൻ വരെ അപകടത്തിൽപ്പെടാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതെന്ന് എന്നോട് പറഞ്ഞു. ഇനി ആരോടും സമ്മതമൊന്നും ചോദിക്കുന്നില്ല. തൻ്റെ പ്രസവ ശസ്ത്രക്രിയയിൽ കൂടെ തൻ്റെ ബന്ധീകരണ ശസ്ത്രക്രിയയും കൂടെ ഞാൻ ചെയ്യുകയാണ്. ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്നവിടെ ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു ക്ഷീണം വന്നു. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. പീരീഡ് മിസ്സായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണമാണ്, എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട. താൻ പോയി UPT ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരൂ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ടാബ്ലറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാനെൻ്റെ UPT ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു. ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇത് സാധാരണ ഇങ്ങനെ പ്രസവം നിർത്തിയവർക്ക്, അതും സിസേറിയനിലൂടെ നിർത്തിയതല്ലേ, അതുകൊണ്ട് തനിക്ക് കൂടുതലും തൻ്റെ ട്യൂബിലാകാനാണ് ചാൻസ്, അല്ലാതെ ആകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്യൂബിലല്ല, യൂട്രസിൽ തന്നെയാണ് കുഞ്ഞുള്ളത്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഹാർട്ട് ബീറ്റ് എടുക്കാറായില്ല, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരൂ. എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം തൻ്റെ 3rd പ്രഗ്നൻസിയിൽ തനിക്ക് ഇങ്ങനെ വന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പാടില്ല. ഇവിടെ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ അയച്ചു. 2 ആഴ്ച ഞങ്ങൾ കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. ദൈവമേ, അത്ഭുതം എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ 9 ഞങ്ങൾ അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റുണ്ട്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് ബീറ്റാണ്. ഡോക്ടർ എന്നിട്ടും എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല സോണിയ, കാരണം സോണിയയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മുൻപേ ഉള്ളത് കൊണ്ട് ഇത് യാതൊരു വിധത്തിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു, വിഷമിച്ചു. എൻ്റെ ഹസ്ബൻഡും വളരെയധികം വിഷമിച്ചു. കാരണം ഞാനൊരു കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രസവം നിർത്തുന്നതോ അബോർഷൻ ചെയ്യുന്നതിനോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ ആകെ തകർന്നു, കരഞ്ഞു, വളരെയധികം സങ്കടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഡോക്ടർ അന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ തന്നു. എമർജൻസി ആയിട്ട് പോയി, ഇന്ന് തന്നെ ഇത് ചെയ്യൂ, ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഇത് അബോർഷൻ പോലും ചെയ്യുന്നത് റിസ്ക്കാണ്. തനിക്ക് 3 സിസേറിയൻ കഴിഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞിന് വലിപ്പം വെച്ച് കഴിഞ്ഞെന്നാൽ യാതൊരു കാരണവശാലും പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തൻ്റെ ജീവൻ പോലും അപകടത്തിലാകും. അന്ന് തന്നെ എമർജൻസി ആയിട്ട് ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ആ ഡോക്ടർ ഞങ്ങളോട്, ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഡോക്ടർ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു, ഇത് യാതൊരു രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല.
അത്രയധികം റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡേറ്റ് തന്നു, ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യിപ്പിച്ചു. ഏപ്രിൽ 11 രാവിലെ 7 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് തിരികെ അയച്ചു. പിറ്റേ ദിവസം ഓശാന ഞായറായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ദിവസം. ഞാൻ വളരെയധികം കരഞ്ഞു. ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു ഈശോയോടും മാതാവിനോടും. ആ പള്ളിമുറ്റത്ത് നിന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ആ കുർബാന തുടങ്ങി തീരുന്നത് വരെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ഇളയ 3ാമത്തെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അവന് 2 വയസ്സേ ഉള്ളൂ. അവനുമായി നിന്നു. എൻ്റെ കയ്യിൽ ഓലയുണ്ട്, അവൻ എൻ്റെ ഒരു കയ്യിലിരിക്കുന്നു. വേറെ ആരും എൻ്റെ കൂടെയില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമായപ്പോൾ ആരും എന്നെ പള്ളിയിലേക്ക് ഉന്തി കയറ്റുന്ന പോലെ എനിക്ക് തോന്നി, വളരെ ഇതായിട്ട്. പക്ഷേ എൻ്റെ മനസ്സ് പിന്നെ എൻ്റെ കൈ കുഞ്ഞില്ലേ, കയ്യിലാണ് കുർബാന സ്വീകരിക്കുന്നത്, കയ്യിൽ ഓലയുണ്ട്, കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറകോട്ട് നിൽക്കുമ്പോഴും ആരും എന്നെ ബലം പ്രയോഗിച്ച് ഉള്ളിലേക്ക് കിടത്തി ഞാൻ ചെന്ന് കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ ഈശോയുടെയും അമ്മയുടെയും മുഖത്തോട്ട് നോക്കി ചോദിച്ചു, ഞാൻ ഇത് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതല്ല, നിങ്ങൾ എൻ്റെ കയ്യിൽ വെച്ച് തന്ന സമ്മാനമാണിത്, എനിക്കിത് നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എന്തോ വളരമായൊരു ശക്തി എന്നിലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ട ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇതിനു മുമ്പ് എൻ്റെ നാത്തൂൻ എന്നോട് കൃപാസനം പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എന്ത് തീരുമാനം വേണേലും എടുക്കാം. അദ്ദേഹം പറഞ്ഞു നീ നമ്മുടെ 3 കുഞ്ഞുങ്ങളെ ഓർക്കുന്നില്ലേ, ഈ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മുടെ 3 കുഞ്ഞുങ്ങളെ തള്ളിക്കളയുകയാണോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ശക്തമായിരുന്നു തീരുമാനം ഇവിടെ വരണമെന്നുള്ളത്. ഞങ്ങൾ അന്ന് ഡോക്ടർ ഞങ്ങൾക്ക് അബോർഷന് തന്ന സമയം തന്നെ ഞങ്ങളിവിടെ വന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു, ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ധ്യാനമുണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ആ സ്കാൻ ചെയ്യാനായിട്ട് ഞാനൊരു മുറിയുടെ വാതിക്കൽ ഇരുന്നപ്പോൾ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ. ആ ഫോട്ടോയിൽ നോക്കിയപ്പോൾ കുറേ വചനങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് മാലാഖാവെന്ന് പറഞ്ഞ് കുറേ വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്തുകൊണ്ട് അന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പുറകെ ആ വചനങ്ങൾ എന്നിൽ വന്ന് നിറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആ വചനങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി ധ്യാനത്തിൽ. അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ വന്നതല്ല, മാതാവിനെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായി. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നു. അമ്മ എല്ലാവരും എന്നോട് പറയുന്നു ഈ കുഞ്ഞ് വേണ്ട, ഇതിനെ താങ്ങാനുള്ള ശക്തി എൻ്റെ യൂട്രസിനില്ല, പക്ഷേ അമ്മയുടെ കരങ്ങൾക്കുണ്ടല്ലോ ശക്തി, അമ്മയുടെ കരങ്ങൾക്കുണ്ടല്ലോ, അമ്മ ഈ കുഞ്ഞിനെ താങ്ങിയാൽ മതി ഞാൻ പറഞ്ഞു. അമ്മയെ ഏൽപ്പിച്ചു ഞാൻ തിരികെ പോയി. എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാനുള്ള കൃപയും അമ്മ തന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം അന്നേരം ഉപവാസം എടുക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഒരല്പം ബുദ്ധിമുട്ട് ഗർഭിണി ആയിരുന്നുകൊണ്ട് വന്നു. അമ്മ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. എൻ്റെ ഇളയ നാത്തൂൻ ഈ പള്ളിയിൽ എപ്പോഴും വരുന്ന വിശ്വാസിയാണ്. എന്നോട് വിളിച്ച് പറഞ്ഞു സോണിയ ഒന്നുകൊണ്ടുമില്ല, പേടിക്കണ്ട. എന്നോട് അമ്മ ശക്തമായിട്ട് പറയുന്നു ഉപവാസം എടുക്കുക, സോണിയയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കാൻ ശക്തമായിട്ട് എന്നോട് പറയുന്നു. ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ആ ചെറിയ വിഷമങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെറിയ വിഷമങ്ങൾ പോലും അമ്മ അത് കണ്ട് മനസ്സിലാക്കും. ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഒരു തണുപ്പ് അനുഭവപ്പെടും. അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടാവും. എനിക്ക് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് വളരെയധികം ഭയം തോന്നിയാലും ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഭയങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അതുപോലെ അച്ഛനെ കാണാനായിട്ട് വളരെ ശക്തമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോ മാസം വരുമ്പോഴും അതിങ്ങനെ നടക്കാൻ പോയി. അങ്ങനെ എനിക്ക് 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലൂടെ കയറുന്ന ആ ഒരു സമയമായപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ എന്നോട് യാത്രയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാലും എനിക്ക് ശക്തമായി മനസ്സിൽ തോന്നി ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന്. എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ എതിർത്തു, കാണാൻ പാടില്ല, അതും ബസ്സിൽ കയറി വന്ന് ഇവിടെ വന്ന് കാണുന്നത് വളരെ റിസ്ക് ആണെന്ന്. പക്ഷേ അമ്മ തോന്നിപ്പിച്ചതായിരിക്കാം. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ എൻട്രൻസിനകത്ത് പോലും കയറാനായിട്ട് അതുപോലെ ആളായിരുന്നു, അവിടം വരെ ആളായിരുന്നു. ഇതിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു, വയറും വെച്ചുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടി ഇവിടെ കയറി വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു നമ്മൾ വന്നത് വെറുതെ ആയില്ലേ, ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ വരണമായിരുന്നോ, അച്ഛനെ ഇന്ന് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കെന്നാൽ കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്ത് പോയി കാപ്പി കുടിച്ചിട്ട് വന്നപ്പോൾ ഒരു 10-200 പേരെങ്കിലും ഉണ്ടായിരുന്ന ആ ലൈനിൽ 15 പേരായിട്ട് അവശേഷിച്ചു. അപ്പോൾ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ഉടമ്പടി പുതുക്കിയവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 15 പേരിൽ ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഏറ്റവും ഗർഭിണി ആയതുകൊണ്ട് ആ പേര് വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം കയറി കാണാനുള്ള അവസരമുണ്ടായി. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ കാല് മുഴുവൻ വെരിക്കോസ് വെയിൻ ആയിരുന്നു. എനിക്കൊരു അല്പസമയം പോലും എനിക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു ഇവിടെ. അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധി അമ്മ അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അമ്മ ഏറ്റവും ആദ്യം അച്ഛനെ കാണാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു. അവിടെ വന്നപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല ഈ കാര്യങ്ങളൊന്നും. പ്രഗ്നൻസി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാണ് എഴുതി തന്നത്. ഇവിടെ വന്നു അച്ഛൻ കുരിശുരൂപം കൈ തന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചയക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു മോളെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു.
അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിതെൻ്റെ 4ാമത്തെ സിസേറിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ കരുണയോടെ അലിവോടെ എനിക്ക് തോന്നി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും ഈശോയോട് തോന്നുന്ന അലിവ് എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ മുഖത്ത് നിന്ന് എനിക്കത് എനിക്കിവിടെ പറയണമെന്ന് ഇപ്പം തോന്നി. എനിക്കത് പെട്ടെന്നുണ്ടായി. അച്ഛൻ എന്നെ വളരെ അലിവോടെ നോക്കി. അച്ഛൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി നിന്ന് സംസാരിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ തിരികെ വന്ന് എൻ്റെ ഉദരത്തിൽ കൈവച്ച് എനിക്ക് കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ സാഹിത്യൻ്റെ കയ്യിൽ തന്നിട്ട് മോളത് പോയി അടിവയറ്റിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി, പരിശുദ്ധ അമ്മയെ നിന്നെയും കുഞ്ഞിനെയും ഏൽപ്പിച്ച് നീ മടങ്ങിപ്പോക്കോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. എന്തെന്നില്ലാത്തൊരു വിശ്വാസവും ശക്തിയും എന്നെ വന്ന് നിറഞ്ഞത് ഞാൻ അറിഞ്ഞു. പിന്നെ എന്നിൽ യാതൊരു ഭയവും ഇല്ലായിരുന്നു. ഓരോരോ വേദനകൾ വരുമ്പോഴും ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടിരുന്നു, ഇതെന്തുവാ സ്കാറിൻ്റെ എനിക്ക് വളരെ തിന്നായിരുന്നു എൻ്റെ സ്കാർ. അത് പൊട്ടിപ്പോകുമോ എന്നുള്ള ഭയം എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാം എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചു. നവംബറിലാണ് എനിക്ക് സിസേറിയൻ പറഞ്ഞിരുന്നത്. എന്നിട്ടും ഞാൻ ആഗ്രഹിച്ചു, അമ്മയുടെ മാസമായ ഒക്ടോബർ മാസത്തിൽ എനിക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് നവംബറിൽ ഫിക്സ് ചെയ്ത ഓപ്പറേഷൻ തലേ ദിവസം വന്ന് ഡോക്ടർ എനിക്കത് ഒക്ടോബർ 31 തന്നു. അങ്ങനെ ആ മാസം തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അനുഗ്രഹം ലഭിച്ചു. യാതൊരു കുഴപ്പവുമില്ലാതെ ഞാൻ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, തൻ്റെ സ്കാർ വളരെ തിന്നായിരുന്നു, തൊട്ടാൽ പോലും പൊട്ടിപ്പോകുന്ന ഈ സ്കാർ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നല്ലോ, ഇത് അത്ഭുതമായിരിക്കുന്നു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത്ര തിന്നായിരുന്നു എൻ്റെ സ്കാർ. ലഭിച്ച വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ആയപ്പോൾ കുഞ്ഞിൻ്റെ പൊക്കിളിൽ നിന്നൊരു ചെറിയ ബ്ലീഡ് ഉണ്ടായി. അത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തെങ്കിലും ഡോക്ടർ ഒരു ടെസ്റ്റിന് വിട്ടിരുന്നു. PTT അവർക്ക് ഇച്ചിരി ഹൈ ആയിരുന്നു. വൈറ്റമിൻ K എന്ന് പറയുന്ന ഇതിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വളരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബ്ലഡ് ബാങ്കുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാനായിട്ട് പറഞ്ഞു. യാതൊരു കുഴപ്പവുമില്ലായിരുന്നു കുഞ്ഞാ. അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിപ്രസ്ഡായി വളരെയധികം കരഞ്ഞു, വിഷമിച്ചു. അപ്പോഴും എൻ്റെ ഇളയ നാത്തൂൻ എന്നെ വിളിച്ച് പറഞ്ഞു, നിൻ്റെ കയ്യിൽ തൈലമില്ലേ, അമ്മയുടെ തേനില്ലേ, പിന്നെ നീ എന്തിനാ ഈ കരയുന്നത്, നിനക്ക് ഇത്രയും വലിയ അത്ഭുതം അമ്മ ചെയ്തു തന്നിട്ടും നീ എന്തേ ഇങ്ങനെ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറഞ്ഞു. ഞാനത് തന്നെ ചെയ്തു. എന്നിട്ട് ഡോക്ടറിൻ്റെ കുഞ്ഞിനെ കൊണ്ട് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, വൈറ്റമിൻ K കുറവുണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഭയപ്പെടേണ്ട, നിങ്ങൾ കുഞ്ഞുമായിട്ട് പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, ഒരു കുഴപ്പവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നതാണ് അമ്മയുടെ രോഗസൗഖ്യം. അമ്മയ്ക്ക് വളരെ കാലങ്ങളായി വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടും കാലിന് മുട്ടിൽ നടക്കാൻ പോലും വളരെ പ്രയാസമായിരുന്നു. എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ സഹോദരന് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുവാനോ കുഞ്ഞുങ്ങളാകുവാനോ ഉള്ള കൃപയില്ലായിരുന്നു. ഈ 2 കാര്യം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി. ഈ മാർച്ച് 9-ാം തീയതി എൻ്റെ നാത്തൂനൊരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ ജന്മം കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു കാര്യം വെച്ചിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 2010-ലായിരുന്നു വിവാഹം. 12-ൽ ഞങ്ങളൊരു ധ്യാനം കൂടാൻ പോയപ്പോൾ ഒരു അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, ബാർ ഹോട്ടലിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്, ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത്, എന്നാലും ചോദിച്ചു, ബാറിലെ ജോലി നിനക്കൊന്ന് മതിയാക്കി കൂടെ എന്ന് ചോദിച്ചു. അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിലതൊരു കരടായിട്ട് കിടന്നു. ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈ ജോലി ഒന്ന് മാറിക്കിട്ടണം, അവിടെ നിന്ന് ജോലി മാറിക്കിട്ടണമെന്ന്. ഇത്രയായില്ല. ഇവിടെ വന്നപ്പം ഇത് ഒരിക്കലും നടക്കാത്തൊരു പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് ഇവിടെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കാമെന്നോർത്തു. എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനതിവിടെ വെച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, പുതിയതായിട്ട് നടന്ന റെസ്റ്റോറൻ്റാണ്, അത് ഓപ്പണാക്കി തരണം, അതിന് ഇനി അത് നഷ്ടമാണെങ്കിൽ പോലും തനിക്ക് 1 വർഷത്തേനുള്ള സാലറി അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം, തന്നെ അവിടെ വന്നേ പറ്റുള്ളെന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ചു. ഒരിക്കൽ പോലും 10 വർഷമായിട്ട് മാറാതിരുന്ന പുള്ളി പെട്ടെന്ന് തന്നെ ഇവിടെ ഞാനൊരു ഉടമ്പടി എഴുതി വെച്ചു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അതിൽ വന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ ഞങ്ങൾ തന്നു, ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതെല്ലാം ഇവിടെ പറയാൻ പോയാൽ സമയം ഒത്തിരിയാവും. ഈ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ പറയുന്നു.